കാറ്റായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരീ സഹോദരന്മാരെ, നമ്മൾ എത്രയോ ഭാഗ്യമുള്ളവർ. ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നവരിൽ പലരും ഇന്നില്ല. നമ്മളിന്നുണ്ട്. നമ്മുടെ കഴിവല്ലല്ലോ, ദൈവത്തിൻ്റെ വലിയ കരുണയാണ്, സ്നേഹമാണ്. ദൈവം നമ്മിൽ പ്രതീക്ഷ വെച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളം. ഫലം തരാത്ത അത്തിവൃക്ഷത്തിന് നീട്ടിക്കൊടുത്തല്ലോ കർത്താവ്. ഇനി നമുക്കൊന്നുകൂടെ പരീക്ഷിച്ച് നോക്കാം. ഇന്നലെ വരെയുള്ള നമ്മുടെ ജീവിതം ഒരു പുനഃപരിശോധന നടത്തി കുറവുകളും വീഴ്ചകളും പരിഹരിച്ച് ഒരു പുതിയ തുടക്കം കുറിക്കാൻ ദൈവം തന്നിരിക്കുക. ഈ ഒരു നല്ല പ്രഭാതത്തിൽ ലോകം മുഴുവനുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ പ്രഭാത വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ യാചിച്ചുള്ള ഈ പ്രാർത്ഥന ശുശ്രൂഷയിൽ എല്ലാ രോഗികളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പണ്ട് കേട്ടുകേൾവി പോലും ഇല്ലാത്ത രോഗങ്ങൾ, മാരക രോഗങ്ങൾ എല്ലാം വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് തകർന്ന് ഈ രോഗം കൊണ്ട് വന്നുപോയി ഒത്തിരി വേദനിക്കുന്ന രോഗികൾ, മാനസിക രോഗികൾ, ഇങ്ങനെയുള്ള എല്ലാ രോഗികളെയും നമുക്ക് സമർപ്പിച്ച് പരിശുദ്ധ അമ്മയോട് നമുക്ക് ഈ പ്രാർത്ഥനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിലുള്ള എല്ലാ രോഗികളെയും സമർപ്പിക്കാം. നമ്മുടെ അറിവിലും പരിചയത്തിലുമുള്ള എല്ലാ രോഗികളെയും സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ദൈവം നൽകുന്ന സന്ദേശം, നമ്മൾ നോമ്പുകാലം നമ്മളെ തന്നെ നോക്കാനുള്ള ഒരു അവസരമാണ്. തിരിഞ്ഞുനോട്ടം. നമ്മൾ എന്തായിരിക്കുന്നു, എവിടെയായിരിക്കുന്നു, എങ്ങോട്ടാണ് നമ്മൾ ഓടുന്നത്, ആരെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്? ഈ പ്രത്യേക കാലഘട്ടത്തിൽ, ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചു, ദൈവം നമുക്ക് നൽകുന്ന സന്ദേശം നമുക്ക് ശ്രവിക്കാൻ നമ്മുടെ ഹൃദയവും മനസ്സും നമുക്കൊരുക്കാം. പിതാവായ ദൈവമേ, വചനം ഞങ്ങളിൽ നിറയുന്നതിന് തടസ്സമായി ഞങ്ങളിലുള്ള എല്ലാ തിന്മകളെയും അകറ്റിക്കളഞ്ഞു ഞങ്ങളിൽ വന്നു പതിയുന്ന വചനം നൂറുമേനി ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയത്തക്ക വിധം ഞങ്ങളിലേക്ക് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തണമേ.
ഉഴുതുമറിക്കലിൻ്റെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ വേദന ഉണ്ടാകുന്ന അനുഭവമാണെങ്കിലും വിത്ത്, വചനമാകുന്ന വിത്ത് വേര് ഊന്നി വളർന്ന് ഫലങ്ങൾ ചൂടുവാൻ അത് ആവശ്യമാണെന്ന ബോധ്യത്തോടു കൂടി സ്വീകരിക്കുവാനുള്ള ശക്തിയും തരണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമുക്കിന്ന് യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒരു ചെറിയ ഭാഗം നമുക്ക് വായിച്ചു കേൾക്കാം. 13-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ. അവൻ പുറത്തു പോയി കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, അവനിൽ ദൈവവും മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടുവെങ്കിൽ ദൈവം അവനെ തന്നിൽ മഹത്വപ്പെടുത്തും, ഉടൻ തന്നെ മഹത്വപ്പെടുത്തും. എൻ്റെ കുഞ്ഞുങ്ങളെ, ഇനി അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. എന്നാൽ ഞാൻ യഹൂദരോട് പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളോടും പറയുന്നു, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. പ്രിയ സഹോദരങ്ങളെ, സുവിശേഷത്തിൻ്റെ രത്ന ചുരുക്കമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. യേശുവിൻ്റെ ജീവിതം മുഴുവനും ദൈവത്തിൻ്റെ കരുണയുടെയും സ്നേഹത്തിൻ്റെയും വെളിപ്പെടുത്തലായിരുന്നു. അടയാളങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ, അവിടുത്തെ ആ പ്രവൃത്തിയിലൂടെ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന അനുഭവം, ഒരാളെ ഒഴിവാക്കാത്ത അനുഭവം. കർത്താവ് പറയുകയാണ്, എന്നിട്ട് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. എല്ലാറ്റിൻ്റെയും വിടവാങ്ങൽ സന്ദേശത്തിൻ്റെ രത്ന ചുരുക്കം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. പലപ്പോഴും ഇത് കേൾക്കുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട്. നമ്മളൊക്കെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് എന്ത് സ്നേഹമാണാവോ? സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാണ്. കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ നമുക്ക് എത്ര പേർക്ക് പറ്റുന്നുണ്ടെന്ന്, എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എന്ന് എനിക്കും തോന്നുന്നുണ്ട്. എന്നും എത്തിയിട്ടില്ല. ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, ഒരു പുതിയ കൽപ്പന നിങ്ങൾക്ക് ഞാൻ നൽകും. കൽപ്പന പുതിയതാണോ? അല്ല. ഈ കൽപ്പന പഴയ നിയമത്തിലുള്ളതാണ്. പക്ഷേ പുതിയതെന്താണ്? പുതിയ ശൈലി, പുതിയ വ്യാഖ്യാനം ആ സ്നേഹത്തിന് കൊടുക്കുക. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. ഇത് പണ്ട് കർത്താവ് പഠിപ്പിച്ചു. ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കുക. ശത്രുവിനെ സ്നേഹിക്കുക. നിന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി. കേട്ടുകേഴ്വിയില്ലാത്ത സ്നേഹത്തിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ അനുഭവം, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നീ ഹൃദയപൂർവ്വം ക്ഷമിക്കുക. 7/70 ക്ഷമിക്കുക. എത്രയോ പരിധി വയ്ക്കാതെ സ്നേഹിക്കുന്ന, വ്യവസ്ഥ കൂടാതെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ കരുണയുടെ വലിയ പ്രതിഫലനം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിക്കണം. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഉറപ്പാ, ഈ പ്രകൃതിയിൽ ജീവനുള്ളതൊക്കെ സ്നേഹം കൊതിക്കുന്നുണ്ട്. മനുഷ്യർക്കേ സ്നേഹിക്കാൻ പറ്റുള്ളൂ. മൃഗങ്ങളും ചിലത് സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. പൂച്ച, പട്ടി, അതൊക്കെ വല്ലതൊക്കെ ഭക്ഷണം കൊടുത്താൽ നമ്മൾ വേസ്റ്റാണ് കൊടുക്കുന്നതെങ്കിലും പട്ടി നമ്മുടെ അടുക്ക് കാണിക്കുന്ന വിശ്വസ്തതയും സ്നേഹവും ഒരു മനുഷ്യൻ കാണിക്കും. നല്ലതൊന്നും കൊടുക്കുന്നില്ല പട്ടിക്ക്. അതുപോലെ തന്നെയാണ് ഈ സ്നേഹിച്ചാൽ ആ സ്നേഹത്തിൽ ഒപ്പം നിൽക്കുന്ന മൃഗങ്ങൾ പോലും, വന്യമൃഗങ്ങൾ പോലും
സ്നേഹിച്ചാൽ നമ്മുടെ ഒപ്പം നിൽക്കുന്ന അനുഭവമാണ്. അവരതിനെ എന്തുമാത്രം വിലമതിക്കുന്നു. ഇപ്പം പിന്നെ മനുഷ്യരുടെ കാര്യം പറയണോ? മനുഷ്യന് മാത്രമേ യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. സ്നേഹിക്കാൻ പറ്റും, പറ്റാതെ പോവുകയാണ്. അത് അടിസ്ഥാനപരമായി യേശയ്യ 43 പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഒരു മനോഭാവം, സ്നേഹത്തിൻ്റെ മനോഭാവമാണ്. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. അതാണ് എല്ലാ സ്നേഹത്തിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്നത്. നീ എനിക്ക് വിലപ്പെട്ടവനായിട്ട് തോന്നിയാൽ നിന്നെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. നീ എന്ത് എനിക്കിട്ട് തല്ലിയാലും നീ എനിക്ക് വിലപ്പെട്ടവനാണ്, ബഹുമാന്യനാണ്, പ്രിയങ്കരനാണ്. ഇപ്പം നമ്മുടെ ഈ വിലപ്പെട്ടതായിട്ട് തോന്നിയാൽ നമ്മുടെ അപ്പൻ പ്രായമാകുമ്പോൾ അപ്പനെ വിലയുള്ളതായി കരുതുന്നുണ്ടെങ്കിൽ അപ്പൻ നമുക്ക് ഭാരമാവില്ല, അമ്മ ഭാരമാവില്ല, ശല്യമാവില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് ഭാരമാകുന്നെങ്കിൽ, നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, ജീവിത പങ്കാളി എനിക്ക് കുരിശായിട്ട് എനിക്ക് തോന്നുവാണെങ്കിൽ അതിനർത്ഥം അവരെ ഞാൻ വിലയുള്ളതായി കാണാത്തതുകൊണ്ടാണ്, ബഹുമാന്യനായി അല്ല ബഹുമാന്യയായി കാണാത്തതുകൊണ്ടാണ്, പ്രിയങ്കരനായി അല്ലെങ്കിൽ പ്രിയങ്കരിയായി കാണാത്തത് കൊണ്ടാണ്. ഇങ്ങനെ തോന്നുന്നത് കൊണ്ടാണ് പിതാവായ ദൈവം പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. ആ മനുഷ്യനെ ഉയർത്താൻ, അവൻ്റെ ദയനീയ അവസ്ഥയിൽ അനുകമ്പ തോന്നി അവനെ ഉയർത്താൻ വേണ്ടി ഭൂമിയിലേക്ക് അയക്കുകയാണ്. പുത്രൻ അതിന് തയ്യാറായി. നമ്മൾ ഈ 35 വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. നമ്മുടെ തിരിച്ചറിയൽ കാർഡ് അതാണ്, സ്നേഹം. നിങ്ങൾ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ. ആദിമസഭയിൽ അതുണ്ടായിരുന്നു. ഇന്നത് പോയിട്ട് ഓരോരുത്തരും അവനവൻ ഓരോ തുരുത്തുണ്ടാക്കി അതിലിരിക്കുക. 8 വല കെട്ടി അവൻ അതിൻ്റെ നടുക്ക് സാമ്രാജ്യം കെട്ടിപ്പടുത്തിരിക്കുവാണ്. ഏതെങ്കിലും 8 വേറൊരു 8 ഇവൻ്റെ വലയിലേക്ക് കയറ്റുമോ? കയറ്റുകയില്ല. അതിനകത്ത് കയറ്റിയല്ല. ഒരു വലയ്ക്കകത്ത് ഒരൊറ്റ ഒരുത്തനെ കാണുകയുള്ളൂ. ഇവൻ അങ്ങോട്ട് പോവുകയില്ല, വേറൊരുത്തനെ ഇങ്ങോട്ട് കയറ്റുകയില്ല. സാമ്രാജ്യം കെട്ടിപ്പടുത്തിരിക്കുക, മറ്റവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇതുപോലെയുള്ള അവനവൻ്റെ കാര്യം മാത്രം നോക്കുന്ന സ്വാർത്ഥത നിറഞ്ഞ അനുഭവമാണ് ഇന്ന് പല കുടുംബങ്ങളിലും. പരസ്പരം സഹായിക്കുന്ന, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്ന, പരസ്പരം ക്ഷമിക്കുന്ന, ടീം വർക്കായി ഒരുമിച്ച് നിൽക്കുന്ന അനുഭവം അയൽവക്കങ്ങളിൽ പോലും ഇന്നില്ല. പണ്ടുകാലത്തൊക്കെ എത്രയോ കൂട്ടായ്മയുടെ അനുഭവമായിരുന്നു അതൊക്കെ. നമുക്കറിയാമല്ലോ, നമ്മുടെ കർത്താവ് കാണിച്ചു തന്നത് എന്താണ്? മനസ്സലിവുള്ള കർത്താവ്. ഒരാൾക്കൊരു ദയനീയ അവസ്ഥ വന്നു, വീഴ്ച വന്നു, അതിൽ സന്തോഷിക്കുന്ന ആളുകളുണ്ട്. അസൂയ. മനസ്സലിവുള്ള കർത്താവ്. കർത്താവ് എന്താണ് മനസ്സലിവ് കാണിച്ചത്? വിധവയുടെ ഏകമകൻ മരിച്ചപ്പോൾ മനസ്സലിവ് തോന്നിയിട്ട് ആ മകനെ ശവപ്പെട്ടിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അമ്മയ്ക്ക് ഏൽപ്പിക്കുകയാണ്. വലിയ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരോട് അനുകമ്പ തോന്നി. കാരണം അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ നിസ്സഹായരും പരിഭ്രാന്തരുമായിരുന്നു. അവർക്കാണ് യേശു അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തത്. അനുകമ്പ തോന്നി. കുഷ്ഠരോഗിയെ തൊട്ടു. കുഷ്ഠരോഗിയെ തൊടുന്ന അനുഭവമാണ്. ആരെങ്കിലും കുഷ്ഠരോഗിയെ തൊടുവോ? എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന അനുഭവം. ക്ഷമിക്കുന്ന സ്നേഹം. പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്ന് അവർ അറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ. പിതാവിൻ്റെ അടുത്ത് ദയാഹർജി കൊടുക്കുന്ന പുത്രൻ കുരിശിൽ കിടന്നുകൊണ്ട് അത്ഭുതം സൃഷ്ടിക്കുകയാണ്. വലതുവശത്ത് തൂങ്ങിയ കള്ളനും താഴെ നിന്ന് കളിയാക്കിയ ശതാധിപനും ഉള്ളിൽ തട്ടിയത്. അതിൻ്റെയാണ് അനന്തരഫലം നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ പത്രത്തിൽ ഒരു വാർത്ത കണ്ടു. ആലപ്പുഴ ജില്ലയിൽ ഒരു ഭിക്ഷക്കാരൻ വണ്ടി തട്ടി മരിച്ചപ്പോൾ അവൻ്റെ ഭാണ്ഡത്തിനുള്ളിൽ
4,50,000 രൂപ. അതിൽ കേന്ദ്ര ഗവൺമെന്റ് നിരോധിച്ച 2000-ന്റെ നോട്ട് ഉൾപ്പെടെ വിദേശ കറൻസികൾ ഉൾപ്പെടെ 4,50,000 രൂപ വർഷങ്ങളായിട്ട് ചുമന്നുകൊണ്ട് നടക്കുകയാണ്. അയാൾക്ക് ഉപകാരപ്പെട്ടോ വേറൊരാൾക്ക് ഉപകാരപ്പെട്ടോ ചത്ത് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും. അയാൾ അത് ചുമന്നുകൊണ്ട് നടക്കുകയാണ്. കയ്യിലുള്ളത് തന്നെയും തനിക്കുള്ളതും മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലാണ് സ്നേഹം എന്ന് പറയുന്നത്. ഒരു പന്നിയും പശുവും കൂടെ വർത്തമാനം പറയുക. ഒരു വീട്ടിൽ വളർത്തുന്ന പശുവാണ് പന്നിയാണ്. ആ പന്നി പശുവിനോട് ചോദിച്ചു, ചേട്ടത്തി നിനക്ക് സുഖമാണോ? പശു പറഞ്ഞു, എനിക്ക് തന്നെ നല്ല ഇഷ്ടം പോലെ പുല്ലും കാടിയും വൈക്കോലും തവിടും കാലിത്തീറ്റയും എല്ലാം ഇഷ്ടം പോലെ കിട്ടണുണ്ട്, എനിക്ക് എന്നാ സുഖം, എനിക്ക് നല്ല സുഖമാണെന്ന് പറഞ്ഞു. അപ്പോൾ പന്നി പറഞ്ഞു, പിന്നെ നിനക്കിതെല്ലാം തന്നിട്ട് നേരം വിളക്കുമ്പോഴേ അവര് വലിയ കലം കൊണ്ടുവന്ന് വെച്ച് മുഴുവൻ നിന്നെ ഊറ്റിക്കൊണ്ട് പോവുകയല്ലേ ചെയ്യണേ. അപ്പോൾ പശു പറഞ്ഞു, അത് ശരിയാണ്, പക്ഷേ എനിക്ക് തരുന്നുമുണ്ട് ഞാൻ കൊടുക്കുന്നുമുണ്ട്, പക്ഷേ എന്നെ കൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ആർക്കെങ്കിലും ഉപകാരമുണ്ടല്ലോ. നിന്നെ കൊണ്ടോ നീ ചത്തു കഴിഞ്ഞാലേ മറ്റുള്ളവർക്ക് ഉപകാരമുള്ളൂ. ശരിയാ, പന്നി ചത്തു കഴിഞ്ഞാലേ ഉപകാരമുള്ളൂ. ചില മനുഷ്യരങ്ങനെയാ. ചില ഭാര്യമാര് പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടുണ്ട്, എൻ്റെ കർത്താവെ ഈ മദ്യപാനിയായ ഭർത്താവിനെ ഒന്ന് മരിച്ചെങ്കിൽ കുടുംബം രക്ഷപ്പെട്ടാൽ. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ, സ്നേഹം കൊടുക്കാൻ, അവരെ വളർത്താൻ നമുക്ക് കാരണമാകട്ടെ. യേശു അതാ ചെയ്തത്. ആ യേശുവിനെ പോലെ സ്നേഹിക്കാൻ നമുക്ക് കഴിയട്ടെ. തിരുക്കുടുംബമാക്കാം നമ്മുടെ കുടുംബം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, സ്നേഹത്തിൻ്റെയും കരുണയുടെയും അവതാരമായി ഞങ്ങളുടെ ഇടയിൽ എമ്മാനുവേലായ ദൈവം ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന അനുഭവം എത്രയോ വലിയ അനുഭവമാണ് കർത്താവേ. അവിടുന്ന് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ അവിടുന്ന് ഞങ്ങളോട് അരുളി ചെയ്യുന്നുണ്ടല്ലോ. പലപ്പോഴും ഞങ്ങൾക്ക് അതിന് കഴിയാതെ പോവാണ് കർത്താവെ. ഞങ്ങൾ സ്നേഹിക്കുന്നത് പലപ്പോഴും സ്വാർത്ഥതയാൽ നിറഞ്ഞ അനുഭവമാണ് കർത്താവെ. ഞങ്ങൾ മറ്റുള്ളവരെ ഹൃദയപൂർവ്വം സ്നേഹിക്കാൻ, അവിടുന്ന് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനുള്ള കരുത്ത് നൽകണമേ. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ, അവരെ കുറവുകളോടുകൂടി സ്വീകരിക്കാൻ, ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ, ഒരാളെ ഒഴിവാക്കാതെ ഉൾക്കൊള്ളാനുള്ള കൃപ തന്ന് അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനയോടൊപ്പം ഞങ്ങളുടെ സമൂഹത്തിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും അവഗണിക്കപ്പെടുന്ന മാതാപിതാക്കൾ, രോഗികൾ, നിരാലംബരായിട്ടുള്ളവർ, വിധവകൾ, കടബാധ്യത മൂലം വിഷമിക്കുന്നവർ, പരീക്ഷയിൽ ജയിക്കാൻ പറ്റാത്തവർ, ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ടും കിട്ടാതെ പോയ തൊഴിൽ രഹിതരായിട്ടുള്ള ആളുകൾ, ഇനി എല്ലാവരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായി ഞങ്ങൾ എല്ലാ രോഗികളെയും, ഞങ്ങളുടെ കുടുംബത്തിലും സമൂഹത്തിനുമുള്ള എല്ലാ രോഗികളെയും സമർപ്പിക്കുന്നു. കർത്താവെ, തൊടണമേ. അവിടുന്ന് തൊട്ടാൽ മാറ്റം സംഭവിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രാർത്ഥനകൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങളുടെ കാവൽ മാലാഖമാർ, ഞങ്ങളുടെ പേരിന് കാരണക്കാരായ വിശുദ്ധാത്മാക്കൾ, ഇടവക മധ്യസ്ഥരായ വിശുദ്ധർ എല്ലാവരോടും ചേർന്ന് യേശുവിൻ്റെ നാമത്തിൽ പിതാവെ അവിടത്തേക്ക് സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.
വാവാ ഈശോ വാവാ, ദിവ്യഭോജ്യമായി വാവാ, വാവാ ഈശോ വാവാ, സ്നേഹമായി എന്നുള്ളിൽ വാവാ, വാവാ ഈശോ വാവാ, ദിവ്യഭോജ്യമായി വാവാ, വാവാ ഈശോ വാവാ, സ്നേഹമായി എന്നുള്ളിൽ വാവാ, ശാന്തിയായി വാവാ, സൗഖ്യമായി വാവാ, വരദാന ഭോജ്യമായി ദീവാ. ആശ്വാസമേകാൻ വാവാ, ആനന്ദമായി നീ വാവാ, ആശ്വാസമേകാൻ വാവാ, ആനന്ദമായി നീ വാവാ, അകതാരിലുണർവേകും യേശുവേ വാവാ, മന്നയേ വാവാ, അകതാരിലുണർവേകും യേശുവേ വാവാ, സ്വർഗീയ മന്നയേ വാവാ, ശാന്തിയായി വാവാ, സൗഖ്യമായി വാവാ, വരദാന ഭോജ്യമായി ദീവാ. ജീവന്റെ നാഥനെ വാവാ, ജീവശ്വാസമായി വാവാ, ജീവന്റെ നാഥനെ വാവാ, ജീവശ്വാസമായി വാവാ, ദിവ്യ തേജസ്സേ വാവാ, ഹൃത്തിൽ നിറയുവാൻ വാവാ, ദിവ്യ തേജസ്സേ വാവാ, ഹൃത്തിൽ നിറയുവാൻ വാവാ, ശാന്തിയായി വാവാ, സൗഖ്യമായി വാവാ, വരദാന ഭോജ്യമായി ദീവാ. നന്മസ്വരൂപനേ വാവാ, നിർമ്മലതാതനേ വാവാ, നന്മസ്വരൂപനേ വാവാ, നിർമ്മലതാതനേ വാവാ, ജ്ഞാനസ്വരൂപനേ വാവാ, സൃഷ്ടിയാക്കാൻ വാവാ, ജ്ഞാനസ്വരൂപനേ വാവാ, പുതു സൃഷ്ടിയാക്കാൻ വാവാ. സ്നേഹമായി
നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സമാധാനം, ഒരിക്കലും നഷ്ടപ്പെടാത്ത സമാധാനം. നമുക്ക് സഭയുടെ തലവൻ, മാർപ്പാപ്പ, കർദിനാൾമാർ, മെത്രാന്മാർ, മെത്രാപ്പൊലീത്താമാർ, സന്യാസിനി വിഭാഗങ്ങൾ, സമർപ്പിതരായിട്ടുള്ളവർ, അൽമായ സഹോദരങ്ങൾ എല്ലാവരോടും ചേർന്ന് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥനാ ശുശ്രൂഷ അവസാനിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് പെടുത്തുകയാണ്. ലോകം മുഴുവനുമുള്ള എല്ലാ മരിയൻ കൂടാരങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയോട് ചേർന്ന് നമുക്ക് ഒരു കൊന്തയുടെ ഒരു രഹസ്യം എങ്കിലും ചുരുങ്ങിയത് ഒരു കൊന്തയാണ് ഏറ്റവും നല്ലത് ചൊല്ലി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് എല്ലാ രോഗികൾക്കും വേണ്ടി സമർപ്പിക്കാം. ഗുഡ്നസ് TV-യുടെ വിജയത്തിന് വേണ്ടി, അതുപോലെ ഡിവൈൻ ശുശ്രൂഷകളുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ലോകമെമ്പാടും യേശുവിൻ്റെ വചനം എത്തിക്കുവാനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ. ആമേൻ.